തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, മതസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, എന്നാണ് ഖിയാമത്ത് നാൾ റസൂലേ, എന്നാണ് ലോകാവസാനം ഹബീബേ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കടന്നു വരുന്നത് എന്നാണ് നബിയെ എന്ന് ഹബീബായ നബി തങ്ങളോട് അനുയായി ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാദാ അഅദത്ത ലഹാ, ആ ലോകാവസാനം കടന്നു വരുന്നതിന് വേണ്ടി നീ എന്ത് അമലാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്? എപ്പോഴാ ലോകാവസാനം നീ ചോദിക്കുന്നുണ്ടല്ലോ, എന്നാ ലോകാവസാനം അതിനുവേണ്ടി നീ എന്ത് അമലാ ചെയ്തിട്ടുള്ളത്? അത് അടുത്ത നിമിഷം വന്നാല് നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ എന്താ അമല ഉള്ളത്? നിനക്കെന്താ അമല് ബാക്കിയുള്ളത്? എന്തെങ്കിലും അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? ചോദ്യം കേട്ടാല് വലിയ തയ്യാറെടുപ്പ് നടത്തിയതുപോലെ ഉണ്ടല്ലോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, എനിക്ക് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെ എന്റെ ഹൃദയത്തിലില്ല. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അടങ്ങാത്ത ഇഷ്കാണ്, അനുരാഗമാണ്. അത് മാത്രമാണ് എന്റെ ഹൃദയത്തിലുള്ളത് റസൂലേ. അതല്ലാതെ മറ്റൊന്നും ഞാൻ ലോകാവസാനത്തിന് വേണ്ടി ചെയ്തിട്ടില്ല, തയ്യാർ ചെയ്തിട്ടില്ല. പ്രത്യേകമായ ഒരു അമലും ഇല്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ പറയുകയാണ്, കേവലം മഹബ്ബത്ത് ഹൃദയത്തിനകത്തലങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വ്യക്തിയുടെ മുഖത്ത് നോക്കി അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അടങ്ങാത്ത താല്പര്യവും പ്രതിബദ്ധതയും വെച്ച് പുലർത്തുന്നതായ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി റസൂലുള്ള പറയുകയാണ്, എന്നാൽ തീർച്ചയായും നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നീ തീർച്ചയായും അവരോടൊപ്പമായിരിക്കും. ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട്